രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞതാ ഗീതമാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അന്ന് ഞായറാഴ്ച നല്ലൊരു ദിവസം. എന്നിപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് നമ്മൾ ഈ റിയൽ ലൈഫും റീൽസുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഓരോ സമയത്തും നമുക്ക് പല പലരായിരിക്കും നമ്മുടെ ഹീറോ പരിവേഷത്തിൽ വരാം. നമ്മൾ യൂത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ചെയ്തൊക്കെ പല കാര്യങ്ങളും അന്ന് നമ്മുടെ യുക്തിക്ക് നല്ലതെന്ന് തോന്നിയ പല കാര്യങ്ങളും നമുക്ക് പ്രായം ആവുന്നവരും തിരിച്ചറിവുകളുടെ ലോകത്തിലേക്ക് നമ്മൾ എത്തുന്നവരും അതൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലും ഇനി മറ്റുള്ളവരുടെ ജീവിതത്തിലും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മറ്റ് നമുക്ക് വിചാരിക്കാനോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാവുന്നതിനുള്ള അപ്പുറമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായ സമയങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫിലായാൽ നമ്മൾ ചിലപ്പോൾ കായിക താരങ്ങൾ, സിനിമാ താരങ്ങൾ, പക്ഷെ ഇവർക്കൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ വെറും ഓർമ്മകൾ മാത്രമായിട്ട് പോവാണ്. പക്ഷേ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, സ്നേഹം അത് നമ്മൾ അനുഭവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവാത്ത പോലുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു പുരോഹിതനാവാനായിട്ട് 10-12 വർഷം പഠിക്കണം. ആ സമയം ഒരു വക്കീലാവാൻ, ഒരു ഡോക്ടറാവാൻ 5 കൊല്ലം 4 കൊല്ലമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവാൻ പറ്റും. അപ്പോൾ അവരൊക്കെ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിക്കണം. അതേപോലെ ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ സഭ അനുഭവിക്കുകയാണ്. ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് പേരെ വധിക്കണം, ഒരുപാട് പേരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കണം. കണ്ടമാനം സ്ഥലങ്ങളിൽ ബൈബിളായാലും കത്തിക്കണോ, നശിപ്പിക്കണോ, പള്ളികൾ നശിപ്പിക്കണോ, ഇതൊക്കെ ചെയ്തിട്ടും ഒരിക്കലും അടങ്ങാതെ ഇങ്ങനെ ആൾക്കാർ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശതമാനം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനികളായതുകൊണ്ട് എനിക്ക് തോന്നണില്ല എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ടോ അല്ലെങ്കിൽ അന്ധകാരത്തിലല്ല എന്ന്. കാരണം ക്രിസ്ത്യാനി ആവണേക്കാട്ടും ക്രിസ്തുവിനെ അറിയാൻ നമുക്ക് പറ്റണം. കാരണം യേശു എല്ലാമായിരുന്നിട്ടും ഒന്നല്ലാത്തവനെ പോലെ മനുഷ്യരുടെ മുമ്പിൽ നിസ്സഹായനായിട്ട് നിന്ന്, മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിസ്സഹായാവസ്ഥ കാണിച്ച് ഒരു കുഞ്ഞു കഷ്ണം തുണിയും 3 ആണിയിലും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് സർവ്വജനത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിസ്ത്യാനി എന്നുള്ളൊരു വിഭാഗത്തിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രം എന്നാണ് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ പരമാവധി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ ഈശോ ആക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്, നമുക്കാവേണ്ടത്. മറ്റുള്ള മനുഷ്യരെയല്ല നമ്മൾ ഹീറോയുടെ സ്ഥാനം കൊടുക്കേണ്ടതെന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹീറോ സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശോ ആണ് എൻ്റെ ഹീറോ എന്ന് പറയാൻ ഓരോ നിമിഷവും ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.